പക്ഷേ ഇപ്പോൾ എന്തോ ഇവിടെ ചെയ്തെന്തായിരുന്നു? ഇത് നമ്മുടെ സാംസങ്ങിന്റെ ഒരു ടി വി ആണ്. ഇതിന്റെ ഡിസ്പ്ലേയുടെ കംപ്ലൈന്റ് ഉണ്ട്. ഡിസ്പ്ലേ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഷോർട്ടേജ് ആണ് ഡിസ്പ്ലേ. ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ധൈര്യത്തെ ചെയ്യാം. ന്യായമായ രീതിയിൽ ഇവിടെ ചെയ്തു കൊടുക്കുമെന്നാണ് ശ്രീമാരോട് പറഞ്ഞിരിക്കുന്നത്, അല്ലയോ? നമസ്കാരം, അരുൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ കായംകുളം പുല്ലൂർ റോഡിലെ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് നടത്തുന്ന ഒരു ചെറിയ സ്ഥാപനമുണ്ട്. ദേവലോക ഇലക്ട്രോണിക്സ് എന്നാണ് അതിൻ്റെ പേര്. അടൂരിൽ കായംകുളത്തേക്ക് പോകുന്ന റോഡിലെ പഴകുളത്തിനടുത്ത് തെങ്ങുംതാര എന്നുള്ള സ്ഥലത്താണ്. തെങ്ങുംതാര കറക്റ്റ് സ്ഥലം പറയുകയാണെന്നുണ്ടെങ്കിൽ അടൂർ ലൈഫ്നെറ്റ് ഹോസ്പിറ്റലുണ്ട് 14 മൈൽ ജംഗ്ഷനിൽ. 14 മൈൽ ജംഗ്ഷനിൽ ലൈഫ്നെറ്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് തെങ്ങുംതാര ജംഗ്ഷൻ. ആ തെങ്ങുംതാര ജംഗ്ഷനിൽ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഉമാമഹേശ്വര ക്ഷേത്രമുണ്ട്. ഉമാമഹേശ്വര ക്ഷേത്രം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വലതുവശത്തായിട്ടാണ്, അതായത് അടൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോകുന്ന റോഡാണ്. ഇത് KP റോഡാണ്. KP റോഡിൻ്റെ വലതുഭാഗത്താണ് ദേവലോക ഇലക്ട്രോണിക്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ദേവലോക ഇലക്ട്രോണിക്സിൻ്റെ ഉടമസ്ഥൻ ശ്രീമാൻ അരുൺ അകത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഞാനപ്പം നിലവിലിപ്പം വന്നിരിക്കുന്നത് ദേവലോക ഇലക്ട്രോണിക്സിന്റെ ഇന്റീരിയറിന്റെ അകത്താണ്. കുറെ ഉപകരണങ്ങളൊക്കെ വാരിയിട്ടിട്ടുണ്ട്. ഇതൊരു സുഹൃത്തു കൂടിയാണ് അരുൺ. എന്റെ പേര് അരുൺ തന്നെയാണ്. നേരത്തെ മുന്നേ ഞാൻ കുറച്ച് ഉപകരണങ്ങൾ ഇവിടെ ശരിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, അല്ലേ? കുറച്ചാളായി. അല്ല, ഏതൊക്കെ സാധനങ്ങളാണ് ഇപ്പം മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത്? അത് നമുക്ക് ആദ്യം പോലെ പറയാം. കട ഇപ്പം ഏകദേശം ഒരു 17 വർഷത്തിന് മേളിലായിട്ട് ഇപ്പൊ കട നമ്മുടെ സ്ഥാപനമുണ്ട്. അപ്പൊ കട വാടക ആയതുകൊണ്ട് പലയിടത്തും മാറിയെന്നല്ലാതെ നമ്മൾ അടൂർ ബേസ് ചെയ്ത് തന്നെയാണ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. ഓൺലൈൻ വഴിയും അല്ലാതെയും വരുന്ന എല്ലാ കംപ്ലൈൻസും നമ്മൾ അവിടെ പോയി വീട്ടിൽ പോയി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ ചെയ്യാൻ പറ്റാത്ത ചില കേസുകളുണ്ട്, അത് നമ്മൾ കടയിൽ കൊണ്ടുവന്ന് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിക്കലി നമ്മൾ പറയുന്ന ഉത്തരവാദിത്തമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള. വെളിയിൽ നിന്ന് ഒരാളെ വിളിച്ചല്ല നമ്മൾ സർവീസ്, നമ്മുടെ തന്നെ സർവീസിങ് ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇടനിലയില്ല. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള. മറ്റു കടക്കാരെ ഇപ്പൊ പലരും വർക്ക് അറിയാത്ത ആൾക്കാരാണ് കൂടുതലും കടയിട്ടേക്കുന്നതും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുമ്പം അവരുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർക്കും കമ്മീഷൻ കൊടുത്ത് ഇവരും കമ്മീഷൻ മേടിച്ച്, അപ്പോൾ നിങ്ങൾക്ക് ഒരു 500 രൂപയുടെ സർവീസ് ആണെന്നുണ്ടെങ്കിൽ 1500 രൂപ ഇവർ മേടിച്ചിട്ട് ബാക്കി മറ്റൊരും കൊടുത്ത് ഇടനിലയായിട്ട് ഇങ്ങനെ പോകും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു റേഞ്ചിൽ ആണ് ഇപ്പോഴത്തെ മിക്കവാറുള്ള സർവീസ് നടക്കുന്നത്. കാരണം 100% സർവീസ് എങ്ങുമില്ല. ഇവിടുന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 100% നമുക്ക് ഇവിടെ വരുന്ന സാധനങ്ങൾ റെഡിയായി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഡെക്ക് സിസ്റ്റം അസംബ്ലിയിലൂടെയാണ് ഞാൻ ഇതിനായിട്ട് കടന്നു വന്നത്, ഇലക്ട്രോണിക്സിലേക്ക് കടന്നു വന്നത്. ഒരുപാട് CD ഇടുന്നതും പിന്നെ മറ്റേ അസംബ്ലി ചെയ്ത് ആംപ്ലിഫയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കാസറ്റ് ഇടുന്നത്, അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന അപ്ഡേഷൻ എല്ലാം നമ്മൾ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ LED TV വരെ വന്നേക്കുന്ന ലാസ്റ്റ് ഘട്ടം വരെ നമ്മൾ അപ്ഡേറ്റഡ് ആണ്. അപ്പൊ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പഴയ ടിവികൾ ചെയ്യുന്ന ആൾക്കാർ പുതിയ ടിവികളിലോട്ട് പോകുന്നില്ല. കാരണം അങ്ങനെ വരുന്ന സമയത്ത് കട ഇട്ടേക്കുന്ന ആൾക്കാർ ഈ LED TV പുതിയത് വരുന്നത് വേറെ ആൾക്കാരെ കൊണ്ട് സർവീസ് ചെയ്യും. കാരണം ഇവർക്ക് ഓൾറെഡി ഇതിന്റെ സർവീസ് ഇല്ല. അപ്പൊ സർവീസ് ചെയ്തിട്ട് ഇവര് ഇത് മേടിച്ച് വെച്ചിട്ട് മറ്റേ അയാളുടെ ഉള്ള ആദ്യത്തെ ചെയ്യുന്ന ആൾക്കുള്ള പൈസയും ഈ കമ്മീഷനും മേടിച്ചിട്ടായിരിക്കും നമ്മൾ കസ്റ്റമറിന് സാധനം കൊടുക്കുന്നത്. അങ്ങനെ കൂടുതലും ഇപ്പൊ ബേസിക്കലി ഇപ്പൊ എല്ലാം മിക്കവാറുള്ള കടകളെല്ലാം അങ്ങനെ 90% കടകൾ. ബാക്കി 10% ആൾക്കാർ ടെക്നീഷ്യനായിട്ടുള്ള ആൾക്കാരെ എടുത്ത് പണിയിപ്പിച്ചിട്ട് ബാക്കിയുള്ള കൊടുത്ത് ഇടനില നിന്ന് ചെയ്തു കൊടുക്കും. അതായത് അവർ നേരിട്ട് ചെയ്യുകയല്ല. അപ്പൊ വേറെ ആൾക്കാരെ എടുത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുക. നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ. ഇപ്പൊ 100% ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പം AC യുടെ കാര്യമാണെങ്കിൽ AC പല ടെക്നീഷ്യനും ഗ്യാസ് ചാർജിങ്ങും ലീക്കിങ്ങും ഒക്കെ ചെയ്യുന്നുള്ളൂ. അപ്പൊ അവർക്ക് ബോർഡ് ഇപ്പോഴത്തെ വരുന്ന ഇൻവെർട്ടർ ടൈപ്പ് ബോർഡുകളാണ് കൂടുതലും വരുന്നത്. എസിക്കും ഫ്രിഡ്ജിനും. അപ്പൊ പഴയ മോഡൽ എന്ന് പറയുമ്പോൾ റിലേ വെച്ച് വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജും AC-കളും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ കംപ്ലൈൻസ് എന്ന് പറയുമ്പം മെയിനായിട്ടുള്ള ബ്രേക്കേജ് വരുന്നത് റിലേക്കും അങ്ങനെയുള്ള സിസ്റ്റത്തിലായിരുന്നു. ഇപ്പോൾ വരുന്നത് ബോർഡിലാണ്. അപ്പൊ ബോർഡ് ഇലക്ട്രോണിക്സുകാരെ കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ബോർഡിന്റെ മേഖല. അപ്പൊ ഇത് ഇലക്ട്രോണിക്സ് ചെയ്യുന്ന ആൾക്കാർ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതും ചെയ്യാം, ഗ്യാസ് ചാർജിങ്ങും എല്ലാം കൂടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഇടനില ഇല്ല എന്ന് പറയുന്നത്. ബോർഡ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഹോം അപ്ലയൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ വേറെ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നതുമില്ല. ഇപ്പൊ ഫ്രിഡ്ജ് ആണെങ്കിലും AC ആണെങ്കിലും TV ആണെങ്കിലും വെളിയിൽ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഏറ്റെടുക്കുന്നില്ല. സാധാരണ കടക്കാർ ഇപ്പം അങ്ങനെ അവർക്ക് AC ടെക്നീഷ്യന്മാർ ആരും ബോർഡ് ചെയ്യുന്നില്ല. വളരെ ചുരുക്കം ആൾക്കാർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഇപ്പോൾ അറിവിൽ അടൂർ ആരും ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. അടൂർ നല്ല ഇവിടെ ഏകദേശം എങ്ങും ചെയ്യുന്നില്ല. അപ്പം അവര് ഇലക്ട്രോണിക്സുകാരെ എന്റെ അടുത്ത് ടെക്നീഷ്യനായിട്ടുള്ള ആൾക്കാർ എന്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മളിപ്പം ടെക്നീഷ്യന്മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ റേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ഇത് പറഞ്ഞ പോലെ എല്ലാം നമുക്ക് പറയാം ഗ്യാരണ്ടി പീരീഡിൽ തന്നെ പുതിയ സാധനങ്ങൾ കംപ്ലൈന്റ് ആവുന്നുണ്ട്. അപ്പൊ റിട്ടേൺ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. അപ്പൊ നമ്മൾ കസ്റ്റമറുടെ അടുത്താകുമ്പോൾ നമുക്കത് പറയാനും പറ്റും, എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ടെക്നീഷ്യന്മാരുടെ അടുത്ത് പറ്റത്തുമില്ല. പക്ഷേ ഇവർ നമ്മൾ 1000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ അവിടെ 3000 രൂപ 4000 രൂപയ്ക്ക് മേടിക്കുകയും ചെയ്യും.
പിന്നെ നമ്മുടെ അടുത്ത് വഴി വെക്കേണ്ടിയും വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത്. പിന്നെ അത് മാത്രമല്ല, ഈ പറയാൻ വന്നത് നമ്മൾ അസംബ്ലി ഫീൽഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വന്നത്. അപ്പോൾ ഹോം തിയേറ്റർ സിസ്റ്റം ആണ് നമുക്ക് ബേസിക്കലി നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോം തിയേറ്റർ സിസ്റ്റം ഇപ്പോൾ 5.1 5.1 എന്ന് പറയുമ്പം 2 ചാനലിനെ തന്നെ 5.1 സിസ്റ്റത്തിലോട്ട് ആക്കുന്നത്. ഇപ്പോൾ സാധാരണ ഒരു സാറ്റലൈറ്റ് റിസീവറിനകത്ത് 2 ചാനലേ ആകെ കിട്ടത്തുള്ളൂ, 2 ചാനലേ കിട്ടത്തുള്ളൂ. പക്ഷെ ആ 2 ചാനലിനെ തന്നെ 5.1 സിസ്റ്റത്തിലോട്ടാക്കി JBLന്റെ ഒറിജിനൽ വൂഫർ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ചെയ്ത് കൊടുക്കുന്ന സാധനം ഏകദേശം 22 രൂപ മുതൽ മെയിനിലോട്ടുള്ള റേഞ്ചിൽ 5.1 സിസ്റ്റം ഫുൾ അറേഞ്ച്മെന്റ്, വീട്ടിലെ ഫുൾ അറേഞ്ച്മെന്റ്, TV ഒഴിച്ചിട്ട് ബാക്കി ആംപ്ലിഫയർ അതിന്റെ 5.1 സിസ്റ്റംസ് ടോട്ടലി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് കമ്പനിയുടെ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ശരി ഒരു 1,50,000 രൂപ മുടക്കിയാൽ ഈ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സാധനം മേടിച്ച് വെക്കാൻ പറ്റും. അതായത് ഈ ബ്രാൻഡഡ് കമ്പനിയുടെ 1,00,000 രൂപ മുടക്കുന്ന അതേ എഫക്ട് തന്നെ ഈ റേഞ്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ സ്പീക്കറൊക്കെ JBL തന്നെയാണോ? JBLന്റെ ഒറിജിനൽ സബൂഫർ ഒക്കെ ഒറിജിനൽ JBL തന്നെ. പിന്നെ ആംപ്ലിഫയേഴ്സ് നമ്മൾ ചെയ്തെടുക്കുന്നതായിരിക്കും. കാരണം അതിന് ഇൻബിൾട്ട് വരുന്നത് ഈ 2 ചാനലിനെ 5.1 സിസ്റ്റം ആക്കി സറൗണ്ട് സിസ്റ്റം ആക്കുന്ന രീതിയിലുള്ള ഡേറ്റയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നത്. റിസീവറിനകത്ത് റിസീവർ എന്ന് പറയുമ്പോൾ ആ റിസീവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഏതാ അല്ല സണ്ണിന്റെയോ വീഡിയോകോൺ അങ്ങനെയുള്ള റിസീവറിനകത്ത് നിന്ന് വരുന്ന 2 ചാനൽ ഔട്ട്പുട്ട്, ടിവിയുടെ ഈവൻ ടിവിയുടെ ആണെങ്കിൽ പോലും മൊബൈലിന്റെ ആണെങ്കിൽ പോലും ബ്ലൂടൂത്ത് കൊടുത്താൽ പോലും ഈ 2 ചാനലിനെ നമ്മൾ ഔട്ട്പുട്ട് ആക്കി 6 ചാനലിലോട്ട് മാറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഈ 2 ചാനൽ സ്റ്റീരിയോ ടു 5.1 2 ചാനൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് സറൗണ്ട് സിസ്റ്റം ആയിട്ട് കേട്ടണമെന്നുണ്ടെങ്കിൽ 5.1 തന്നെ കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ സിനിമയൊക്കെ കേൾക്കുന്ന രീതിയിൽ. ഇപ്പൊ ആംപ്ലിഫയറിന്റെ ഇത് വെച്ചിട്ടാ തുടങ്ങിയത്. ഇപ്പം അത് എത്ര വർഷം മുമ്പായിരുന്നു ചെയ്തത്? അതിപ്പോ ഏകദേശം ഒരു 18 വർഷത്തോളം, 18-19 വർഷത്തോളം ഈ ജോലിയായിട്ട് ഇതിലോട്ട് തന്നെ ഇറങ്ങിയത്. പഠിപ്പും കഴിഞ്ഞിട്ട് എനിക്ക് പഠിപ്പ് കൊച്ചുനാളിലെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓർമ്മ വെച്ച കാലം തൊട്ട് ചിലനോട് ക്രൈസ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു ക്രൈസ് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോറിംഗ് വരത്തില്ല, ജീവിതം തന്നെ ഒരു ബോറിംഗ് ഇല്ല. അപ്പൊ അന്നേ സെലക്ട് ചെയ്യാനുള്ള കൊച്ചുനാളിലെ അത് സെലക്ഷൻ ചെയ്തു. പക്ഷെ എല്ലാവർക്കും ഒരുപാട് പേർക്കും എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസിലോട്ട് തന്നെ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് കിട്ടാത്ത ഒരു സാഹചര്യം. ഇഷ്ടപ്പെട്ട ജോലികൾ പലർക്കും ചെയ്യാൻ പറ്റുന്നില്ല. യാന്ത്രികമായിട്ട് പോകാനും അവർക്ക് പൈസ വേണം, അതിനകത്ത് ജീവിക്കാൻ ഉള്ള മാക്സിമം ഉപാധി അവർ കണ്ടുപിടിക്കുന്നു. പക്ഷെ അതിനകത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തൊരു നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. നമുക്കൊരു ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ ജോലി കറക്റ്റ് അല്ലെന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു സംഭവം. പക്ഷെ നമുക്ക് എന്ത് പ്രശ്നം ഔട്ട് സൈഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ജോലിയാണ് ചെയ്യുന്നെങ്കിൽ നമ്മളെ ഒന്നും ബാധിക്കത്തില്ല. ഇതെന്റെ ഒരു കൺസെപ്റ്റാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ്. ഇഷ്ടമുള്ള ജോലി പോയി കഴിയുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. എന്ത് പ്രശ്നം നമ്മളെ ചുറ്റിപ്പറ്റി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അതിനൊന്നും ബാധിക്കില്ല. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഇലക്ട്രോണിക്സ് ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് തല പോയിക്കേണ്ട സംഭവമാണ്. അത് ശരിക്കും അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. കാരണം ഇപ്പൊ ഓൾറെഡി അതിന് വേറെ സംഭവം ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ആദ്യം പഠിക്കുന്ന കാലഘട്ടത്തില് ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ഒന്നും നമ്മൾ പുതിയ പഠിക്കുന്നവര് ഞാൻ ഒരുപാട് കടകൾ നിന്നതാണ്. കടകൾ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എത്ര പഠിച്ചിറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ടെക്നിക്കലി ബേസിക്കലി തിയറിക്കലി അത് പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കലി നമുക്ക് ഒന്നും പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന് ചില ആദ്യം പറഞ്ഞില്ലേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആംപ്ലിഫയേഴ്സും പിന്നെ മെയിനായിട്ട് ഇലക്ട്രോണിക് ചോക്കുകളായിരുന്നു. കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് ചോക്കുകളാണ്. ഇലക്ട്രോണിക് ചോക്കുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ ആ സാധനങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന് ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സാധനം കത്തത്തില്ല. എന്തൊക്കെ ഇരുന്ന് തല വച്ചാലും കത്തത്തില്ല. പക്ഷെ അതിന്റെ ആ ഗ്രാഫും എല്ലാം അറിഞ്ഞ ആൾക്കാർ പോലും നമ്മുടെ അടുത്തൊന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത് കത്തിക്കുന്നത്. എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോളിടെക്നിക്ക് പഠിപ്പിക്കുന്ന സാറന്മാരുണ്ട്. ഇവർക്ക് ഇത് തിയറിക്കലി പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിലും ഇതിന്റെ പ്രാക്ടിക്കലി ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ ഇത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവും. ചെയ്ത് നോക്കണം. ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരുപാട് നാള് ചിലപ്പോൾ ഒരു 6-7 മാസത്തോളം എനിക്ക് എടുത്തു അതിന്റെ കംപ്ലൈൻസ് എന്ത് കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാലും അത് കണ്ടുപിടിച്ച് ടാലിയാക്കി എടുക്കാൻ ഉള്ള ഒരു 6-7 മാസത്തോളം എടുത്ത് അതിന്റെ കംപ്ലൈൻസ് കണ്ടുപിടിക്കും. അപ്പൊ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും തല്ലിപ്പറിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റെഡിയാക്കി എടുക്കുന്ന ഒരു സെറ്റപ്പിലോട്ട് ഞാൻ മാറി. കാരണം അത് എക്സ്പീരിയൻസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് 3-4 കടകളിലോട്ട് ഞാൻ നിന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെയാണ് ആ സമയത്താണ് ഈ ആംപ്ലിഫയേഴ്സിലോട്ടുള്ള ക്രേസ് തുടങ്ങിയതും. ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് പറഞ്ഞാൽ പലരും ഈ എന്താ കുടത്തിനകത്തുമൊക്കെ സ്പീക്കർ വെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് പൈസ മുടക്കണം. നമ്മളിപ്പോ ഒരു 5000 രൂപ മുടക്കുന്ന ഹോം തിയേറ്റർ സിസ്റ്റത്തിന് അന്ന് അതേ സൗണ്ട് കേൾക്കണമെങ്കിൽ ഒരു 10-30,000 രൂപ അന്ന് മുടക്കിയാലേ ആ റേഞ്ച് കിട്ടത്തുള്ളൂ. കാരണം അന്നത്തെ ആംപ്ലിഫയേഴ്സ് വന്ന STK ആംപ്ലിഫയേഴ്സാണ്. STK മോസ്ഫെറ്റ് ഒന്നും വന്നു തുടങ്ങിയില്ല. STK ട്രാൻസിസ്റ്ററും ആണ് അന്നത്തെ സാധനങ്ങൾ. ആംപ്ലിഫയർ കൺട്രോളിംഗ് യൂണിറ്റ് വരുന്നത്. അപ്പൊ അന്നത്തെ STK എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ICക്ക് ഏകദേശം ഒരു 900 രൂപ സ്റ്റാർട്ടിംഗ് റേഞ്ചാണ്. ആ റേഞ്ചിൽ വരുന്ന സാധനം എളുപ്പം കംപ്ലൈന്റ് ആയി പോകും ചെയ്യും. എന്തെങ്കിലും ചെറിയ ഷോർട്ടേജ് വന്നാൽ ഈ ICക്ക് ഉൾപ്പെടെ അടിച്ചു പോകും.
വില കൂടുതലാണ്. വില കൂടുതലും ആ സാധനത്തിന്. അപ്പൊ അതിന്റെ ആംപ്ലിഫയർ സിസ്റ്റത്തിനൊക്കെ ചെയ്തു വരുമ്പോൾ അതിന്റെ ബോക്സും 12 ഇഞ്ചിന്റെ വൂഫറും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് സബ് വൂഫർ ഇല്ല, ജസ്റ്റ് വൂഫേഴ്സ് മാത്രമേ ഉള്ളൂ. അത് നല്ല ക്ലാരിറ്റി കിട്ടണമെങ്കിൽ അതിനകത്ത് ട്യൂട്ടർ, മിഡ് റേഞ്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വേണം. ഈ സാധനങ്ങളെല്ലാം കൂടെ വെച്ച് ചെയ്തു വരുമ്പോൾ എങ്ങനെ പോയാലും നല്ല രീതിയിൽ വരുമെന്ന് ഏറ്റവും കുറഞ്ഞ 20,000 രൂപയെങ്കിലും അന്ന് വേണം. അങ്ങനെ പറഞ്ഞാൽ അന്ന് ആ റേഞ്ച് മേടിക്കുന്നതൊക്കെ ഭയങ്കര കോടീശ്വരന്മാരാണ്. ആ റേഞ്ച് 20,000 അന്നത്തെ ആ റേഞ്ച് ഇപ്പൊ 20,000 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നും അല്ല. അന്നത്തെ ആ റേഞ്ച് 20,000 രൂപ ഭയങ്കര. ഇപ്പൊ ഒരു ആവറേജ് ഒരു 5.1 സിസ്റ്റം നല്ലൊരു സിസ്റ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 5.1 സിസ്റ്റം നമ്മളിപ്പോ എല്ലായിടത്തും വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ചെയ്തു വരുന്നുണ്ട്. 40-45 രൂപ റേഞ്ച് ഇല്ല ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ അതേ സാധനം തന്നെ അതേ പവർഫുൾ തന്നെ എല്ലാ സാധനം ഇവിടെ തന്നെ ചെയ്യുന്നത് കൊണ്ട് ആംപ്ലിഫയറിന്റെ A to Z സാധനങ്ങൾ ഇവിടെ നമ്മൾ അസംബിൾ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്യാബിൻ ഒഴിച്ചിട്ട്, ക്യാബിൻ വെളിയിൽ നിന്ന് മേടിക്കുക, ക്യാബിൻ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ചെയ്യുക, സർക്യൂട്ടുകളും എല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ 22 രൂപ റേഞ്ച് നമുക്ക് നല്ല സാധനം ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല പവർഫുൾ എന്ന് പറഞ്ഞാൽ ഈ യമഹയുടെ ഒക്കെ സിസ്റ്റമായിട്ട് കമ്പാരിസൺ ചെയ്യുന്ന രീതി. നമ്മുടെ പ്രോഗ്രാമിംഗ് ആയിരിക്കത്തില്ല, പക്ഷെ സൗണ്ട് സിസ്റ്റം ഏകദേശം യമഹ മെറൈൻസ് എന്റെ റേഞ്ചിലൊക്കെ. വേറെ ചെറിയ നമ്മളിപ്പോൾ സാധാരണ കുറച്ച് കസ്റ്റമർ സാധാരണക്കാര് ഇപ്പം വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവർക്കൊരു ന്യായമായിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇവിടുത്തെ ന്യായമായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ സെൻട്രലല്ല, ഇപ്പൊ അടൂര് ബേസ് ആണെങ്കിൽ തന്നെ അടൂർ സെൻട്രലല്ല നമ്മുടെ കട. അപ്പൊ അതുകൊണ്ട് വാടക ഡെപ്പോസിറ്റ് ഒക്കെ ഒന്നും വലിയ കൂടുതലൊന്നുമില്ല. ഇവിടെ നോർമലി ഉള്ള റേഞ്ചിലാണ് ഡയറക്റ്റ്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, ഡയറക്റ്റ് നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് സാധാരണ ഒരു കടകളിൽ പോകുന്നതിനെക്കാട്ടി ഏകദേശം ഒരു 25% വില താത്തിട്ടാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ സാധനങ്ങളും. പിന്നെ നമ്മുടെ നോർമലി ഉള്ള റേറ്റിനെക്കാട്ടിലും ഒരു 25% താത്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതിൽ താത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവർ പിന്നെ വിളിച്ചാൽ കിട്ടത്തില്ല. ഇതേപോലെ അല്ല, ഏത് സാധനങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഇവിടെ? നമുക്ക് LED TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീന് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ്. കോംപ്ലൻസും ഇലക്ട്രോണിക്സ് എല്ലാം കൂടുതൽ വരുന്നത് LED, ഫ്രിഡ്ജ്, AC ഇത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നു. പിന്നെ വാഷിംഗ് മെഷീൻ ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബോർഡ് ചെയ്യുന്ന ആൾക്കാരില്ല ഇവിടെ. ബോർഡ് ഒന്നീ ഒരു കമ്പനിക്കാർ ഒരു ബോർഡ് മാറി നോക്കത്തുള്ളൂ, അവർ റിപ്ലേസ്മെന്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ റിപ്പയർ ചെയ്തില്ല. ഇതിന്റെ പാർട്സിനെല്ലാം വാറണ്ടി ഒക്കെ ഉള്ളതാണോ? അപ്പൊ നമ്മളിപ്പോ മാറി കൊടുത്തു കഴിഞ്ഞാൽ വാറണ്ടി കമ്പനി നമുക്ക് വാറണ്ടി ഒന്നിനും തരുന്നില്ല. പക്ഷെ നമ്മള് നമ്മുടെ ഒരു എന്താ പറയുക കസ്റ്റമേഴ്സിന് അത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉടനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാളിൽ ഒരു 2-3 മാസത്തിനകത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് റേറ്റ് ഉള്ള സാധനമാണെങ്കിൽ ആ റേഞ്ചിലൊക്കെ നമ്മൾ മാറി റെഡിയാക്കി അത്യാവശ്യം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെ, നമ്മളിപ്പം ചെയ്തു കൊടുക്കുന്നതിനെക്കാട്ടിൽ ഒരു വലിയതാണ് ഈ ആഫ്റ്റർ സർവീസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എപ്പോഴും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലരുണ്ട് സർവീസ് ചെയ്തിട്ട് പോകുമ്പോൾ കംപ്ലൈന്റ് ആണെങ്കിൽ വേറെ ടെക്നീഷ്യനെ വിളിച്ച് കാണിക്കും. ടെക്നീഷ്യനെ വിളിച്ച് കാണിക്കുമ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു ടെക്നീഷ്യനെ കണ്ടുകൂടാന്നുള്ളതാണ് ഈ ഫീൽഡിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പൊ അയാൾ പറയുന്നത് എന്തുപോലെ അവന് ഇത് നശിപ്പിച്ചു വെച്ചിട്ട് പോയാന്ന് പറയത്തുള്ളൂ. അതിപ്പം ഈവൻ ആരാണെങ്കിലും അങ്ങനെ പറയത്തുള്ളൂ. അപ്പൊ അവരത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇനി അവനെ വിളിക്കേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ആ കംപ്ലൈന്റ്സ് പറഞ്ഞ സാധനം, ഗ്യാരണ്ടി കൊടുത്ത സാധനം അയാളെ തന്നെ വിളിച്ച് ആരാണെങ്കിലും, ഇപ്പൊ ഞാനാണെങ്കിലും വേറെ ആരാണെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അയാളെ തന്നെ വിളിച്ച് കാണിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് തിരിച്ച് എന്നെ ഒരാൾ ചെയ്തിട്ട് പോയ കാര്യം എന്നെ വിളിച്ച് കാണിക്കുന്ന ഒരിക്കലും പറയത്തില്ല. ഞാൻ എന്നെ വിളിച്ച് കാണിച്ച സാധനം എന്നെ തന്നെ കാണിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ചെയ്യാൻ അറിയാത്തോണ്ടല്ല, വേറൊരാൾ ചെയ്യുന്ന സമയത്ത് എന്താ അയാളുടെ വർക്കല്ലേ അത് പോയത്. അപ്പൊ അയാളുടെ പൈസ അതിനകത്ത് പോയി ആദ്യമേ തന്നെ. അപ്പൊ അയാൾ മാക്സിമം അതിനകത്ത് നോക്കുക, അയാളെ കുറ്റം പറയാനേ നോക്കത്തുള്ളൂ. അങ്ങനെ പല കേസുകളും നമുക്ക് വന്നിട്ടുണ്ട്, കേസ് വരെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ. പിന്നെ ഈ വാഷിംഗ് മെഷീൻ കാര്യമൊക്കെ പറഞ്ഞാൽ അതിലേക്ക് മോട്ടറൊക്കെ മോട്ടറെല്ലാം റിവൈൻഡ് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, A to Z ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യുന്നുള്ളൂ. പറ്റത്തില്ലെങ്കിൽ അത് നമ്മൾ ഏക്കേക്കത്തില്ല. അറിയാത്ത കാര്യം നമ്മൾ റേഡിയോ ചെയ്യുന്നില്ല. ഇപ്പൊ VCD DVD പ്ലെയർ ഒന്നും ചെയ്യുന്നില്ല, കാരണം സ്പെയർ പാർട്സ് ഒന്നും കിട്ടത്തില്ല. സ്പെയർ ഓൾറെഡി പത്തനംതിട്ട അടൂര് ഉണ്ടായിരുന്നു, ഇപ്പൊ അടൂര് കുറവാണ് കിട്ടുന്നത്. ഇപ്പൊ പത്തനംതിട്ട, ഒറിജിനൽ സ്പെയർ ഇതിന്റെ എല്ലാം ഒറിജിനൽ, ഏകദേശം എല്ലാം ഒറിജിനൽ സ്പെയർ തന്നെയാണ് വരുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് വരുന്നില്ല, എല്ലാം കമ്പനി ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയല്ലേ. പിന്നെ പലർക്ക് വേറെ സംശയമുണ്ട്, നമ്മളിപ്പോ എന്തൊരു ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ ഇവിടെ തരുമ്പോൾ അതിൽ നിന്ന് അഴിച്ചെടുക്കുവോ അങ്ങനെ. അത് വലിയൊരു കാരണം അതിനകത്ത് അത് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. കാരണം പണ്ടത്തെ പിക്ചർ ട്യൂബ് ടിവിക്കകത്ത് പലരും പറയുന്നത് പിക്ചർ ട്യൂബ്, അത് ഒരുപാട് ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ടെക്നീഷ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ട്യൂബ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ക്രീൻ ഉൾപ്പെടെയാണ് വരുന്നത്. സ്ക്രീനാണ് അതിന്റെ പിക്ചർ ട്യൂബ് എന്ന് പറയുന്നത്. പണ്ടത്തെ ഒരു ഭയങ്കര സംഭവമായിരുന്നു. നമ്മുടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കൊച്ചുനാളുള്ള ഒരു പ്രശ്നമാണ്. എല്ലാവരും പറയുന്നത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ട്യൂബ് എടുക്കും. പക്ഷേ ട്യൂബിന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ട്യൂബിന്റെ ആ കറക്റ്റ് ആയിട്ടുള്ള ട്യൂബ് കിട്ടാൻ വലിയ പാടാണ്. വേറെ അടുത്ത് ഇടണമെന്നുണ്ട് ട്യൂബ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോഴും ആൾക്കാരുണ്ട് നമ്മൾ ഇതിനകത്ത് ഇളക്കിക്കൊണ്ട്. പക്ഷേ ഈ സാധനം ആക്രിക്ക് വിട്ട് കഴിഞ്ഞാൽ പോലും 500 രൂപ കിട്ടാത്ത സാധനത്തിന് ഇളക്കി കഴിഞ്ഞാൽ കോടീശ്വരൻ ആവുന്നുണ്ടെങ്കിൽ അത് പോട്ടെന്ന് വിചാരിക്കുകയാണ്. അതാ ഞാൻ പറയുന്നത്. പല കാര്യങ്ങളുണ്ട്, പഴയ കാലത്തെ ടിവിയിലൊക്കെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ, കോപ്പർ ഉണ്ടോ? പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ വരെ ടിവികൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ചവർ പോലെ ഇട്ടേക്ക് വന്നു. അപ്പൊ അവർക്കൊന്നും അതിനകത്ത് ഒന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പഴയ ജാമ്പാലിനകത്ത് 500 രൂപയുടെ ടിവി
ഇരിക്കുന്ന ആൾക്കാർക്ക് അതിനകത്ത് ഇളക്കിയെടുക്കുന്നതാണ് മേടിച്ചത് അടർക്കും ഇപ്പോഴും. അല്ല അങ്ങനെ സംഭവം ഇല്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒന്നുമില്ല, അതിനകത്ത് ഇളക്കിയെടുത്താൽ കിട്ടാനൊന്നുമില്ല. അപ്പം പക്ഷെ ഇപ്പൊ എന്തോ ഇവിടെ ചെയ്തെന്തായിരുന്നു? ഇത് നമ്മുടെ സാംസങ്ങിന്റെ ഒരു TV ആണ്. ഇതിന്റെ ഡിസ്പ്ലേയുടെ കംപ്ലൈന്റ് ഉണ്ട്. ഡിസ്പ്ലേ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഷോർട്ടേജ് ആണ് ഡിസ്പ്ലേ. അപ്പോൾ അതിന്റെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം ചിലത് നമുക്ക് ഡിസ്പ്ലേ വരുന്നത് കട്ട് ചെയ്ത് റെഡിയാക്കാൻ പറ്റും, ചിലതാണ് ചിലപ്പോൾ പാനൽ ഫുള്ളായിട്ട് മാറി വെക്കേണ്ടി വരും. ഈ വലിയ ടിവികളുടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതിൻ്റെയൊക്കെ പാനൽ ഫുൾ ഷോർട്ടേജ് ആണെങ്കിൽ നമുക്ക് പാനൽ മാറി വെക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ പാനലിനാണ് ഏറ്റവും കൂടുതൽ, പണ്ടത്തെ പിക്ചർ 2 പോലെ ഉള്ളത് തന്നെ ഒരു സാധനമാണ് ഈ പാനൽ എന്ന് പറയുമ്പോൾ. മെയിൻ സ്ക്രീനാണ്. അപ്പോൾ ഇത് LED ആണോ? LED സ്ക്രീനാണ് ഇത് പാനൽ വരുന്നത്. അപ്പോൾ ആ പാനൽ കംപ്ലൈന്റ് ആവുകയാണ്, പൂർണ്ണമായിട്ട് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഒരു 90% ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ റെഡിയാക്കാൻ പറ്റത്തില്ല. വരയൊക്കെ വീണ് ഒരുപാട് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇനി ബോണ്ടിങ് ചെയ്ത് കഴിഞ്ഞാലും അത് 100% ഓക്കെ അതിൽ കുറേ ആൾ കഴിഞ്ഞ് കംപ്ലൈന്റ് ആവും. അപ്പം അങ്ങനെ വരുന്ന സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു 50,000 രൂപയുടെ TV ആണെങ്കിൽ ഏകദേശം ഒരു 35,000 രൂപയെങ്കിലും അത് റെഡിയാക്കുന്നതിനാവും. അപ്പൊ അങ്ങനെ വരുന്നതിനെക്കാട്ടും നല്ലത് ഓൾറെഡി പുതിയ TV മേടിക്കുന്നതായിരിക്കും നല്ലത്. സാംസങ്ങിന്റെ TV ആണ്. ഇതിന്റെ ഇപ്പൊ പാനല് കംപ്ലൈന്റ് അവർ വില്ലിംഗ് ആണോന്ന് അറിയത്തില്ല. കസ്റ്റമർ ഇത് മാറാൻ അവരെ വിളിച്ച് ചോദിച്ചിട്ട് ഈ പാനൽ മാത്രം ഇതിപ്പോ ഏകദേശം ഒരു 23-24 രൂപയ്ക്ക് അടുത്താവും ഇതിന്റെ പാനൽ മാറിയിട്ടുണ്ടെന്നുണ്ട്. അപ്പൊ മിക്കവാറും ആ റേഞ്ച് ഒക്കെ വരുമ്പോൾ മിക്കവാറും ചെയ്യിപ്പിക്കത്തില്ല അവർ. കാരണം ഇച്ചൂടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 25% കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ TV മേടിക്കാം. അപ്പൊ അതിന് ഗ്യാരണ്ടി 2 വർഷം വാറന്റിയുടെ എക്സ്റ്റൻഷൻ കിട്ടത്തില്ല. അപ്പൊ നമ്മളിത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വാറന്റി കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇത്തരം ടിവികൾക്ക് മെയിൻ ആയിട്ട് പ്രശ്നം വരുന്നത് ഈ പാനലാണ് കംപ്ലൈന്റ് വരുന്നത്. ആണല്ലേ? ഇപ്പൊ നമ്മളിപ്പം മറ്റു കടകളിലൊക്കെ ചെല്ലുമ്പോഴേ നമ്മളെ ഇപ്പം ആംപ്ലിഫയർ മാത്രമായിട്ടോ അല്ലെങ്കിൽ 5.1 സിസ്റ്റം മാത്രം അല്ലെങ്കിൽ ഓഡിയോ മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവം കൂടുതലും ഇപ്പൊ നമ്മൾ അടൂർ ടൗണിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനല്ലേ ആംപ്ലിഫയർ മാത്രമായിട്ടും ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. മിക്സി ശരിയാക്കുന്ന കടയിൽ മിക്സി മാത്രം അല്ലെ വൈൻഡിങ്ങിന്റെ സംഭവങ്ങൾ മാത്രം അങ്ങനെ. പക്ഷെ ഇവിടെ അങ്ങനല്ലോ. അങ്ങനല്ല. നമുക്ക് അത് ഞാനിപ്പോ ആദ്യമേ കുറച്ച് മുമ്പ് പറഞ്ഞത് അത് തന്നെയാണ്. എനിക്കാണെങ്കിൽ നമ്മുടെ ഈ ജോലി ചെയ്യുമ്പോൾ അതിന് ക്രൈസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. അതിനകത്ത് എനിക്ക് ക്രൈസ് ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരിക്കലും ഡിസ്റ്റർബൻസ് ഇല്ല. ആ ജോലിയോട് നമുക്ക് പാഷനാണ്, ഭയങ്കര പാഷൻ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മേഖലയിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പോലും ഞാൻ ചെയ്യില്ല. റേഡിയോ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം, അതുകൊണ്ട് റേഡിയോ ഞാൻ ചെയ്യാറില്ല. റേഡിയോ ചെയ്യാറില്ല. അപ്പോൾ പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ ചെയ്യാത്ത ഒരു സംഭവമാണ് റേഡിയോ. അപ്പൊ അന്ന് മുതലേ ക്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിഫയറിനോടും അന്നത്തെ സൗണ്ട് സിസ്റ്റത്തിനോടായിരുന്നു എനിക്ക് ക്രൈസ് ഉള്ളത്. സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പവർഫുൾ ആയിട്ട് അന്നത്തെ ശബ്ദം കേൾക്കുന്ന ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. അല്ലെ ഈ ഇടിപ്പും എല്ലാം വരുന്നതിന് ഭയങ്കര അത്ഭുതമുള്ള ഒരു സംഭവം. ഇപ്പൊ ടെക്നോളജി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് TV റിപ്പയറിംഗ് വന്നു കഴിഞ്ഞാൽ പണ്ട് TV അയക്കത്തില്ലായിരുന്നു. ഇപ്പൊ TV യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും. പക്ഷേ ഈ സാധനം അഴിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. അഴിച്ചിട്ട് ഈ 50,000-1 ലക്ഷം രൂപയുടെ TV അഴിച്ച് ഇത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് ഞാനും യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആളാണ്, ഞാൻ കംപ്ലൈൻറ്റ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സാധനം ചെയ്തു കൊടുക്കുന്നത് പറഞ്ഞാൽ ടെക്നീഷ്യന്മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാതെ സാധാരണ ഒരു കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കണ്ട് മാത്രം പഠിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം ഇളക്കിയെടുക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഇളക്കിയെടുത്ത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞ പോലെ യൂട്യൂബ് അതിനകത്തൊന്നും കൊടുക്കത്തൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇലക്ട്രോണിക്സിലെ ഒരു കംപ്ലൈന്റ് പല സ്ഥലത്തു നിന്നും വരാം. ഒരേ കംപ്ലൈന്റ് ഇപ്പൊ ഒരു പടത്തിനകത്ത് ബ്ലേഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരേ സ്ഥലത്ത് നിന്നല്ലായിരിക്കും. ഒരിടത്ത് കാണിക്കുന്നിടത്തായിരിക്കത്തില്ല മറ്റേ ടിവിക്കകത്ത് കാണിക്കുന്നത്. സെയിം കംപ്ലൈന്റ് തന്നെ പല ടിവിക്കകത്ത്, ഒരേ മോഡൽ ടിവിക്കകത്ത് തന്നെ സെയിം കംപ്ലൈന്റ് പല രീതിയിൽ കാണിക്കും, പല സൈഡിൽ നിന്ന്. ഇതിപ്പോ ഒരു എണ്ണം കാണിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റെഡി ആവത്തില്ല. അപ്പൊ അതാണ് യൂട്യൂബിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒരു കംപ്ലൈന്റ് ഒരെണ്ണത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡി ആവത്തില്ല. അപ്പൊ അത് എക്സ്പീരിയൻസിലൂടെ അത് പല സാധനങ്ങളായിട്ട് അത് മാറി നോക്കേണ്ടി വരും. അതേ കംപ്ലൈന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിനകത്തുള്ള പോരായ്മ. നമ്മളിപ്പോൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതിന് വേറെ ബ്രാഞ്ച് ഉണ്ടല്ലേ? നമുക്കൊരു കടയോടുണ്ട്, എന്റെ ഒരു പാർട്ണർ ഉണ്ട് അപ്പുറത്ത്. അപ്പം പുള്ളിക്കാർ ഇവിടെ കംപ്ലൈന്റ്സ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരോടാണ് ഞങ്ങളവിടെ ചെയ്യുന്നത്. കൂടുതൽ സൗകര്യം ഉണ്ടോ? അവിടെ സൗകര്യം, നമുക്ക് സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു റൂം മതി ഇത് സാധനം ചെയ്യാം. ബാക്കിയെല്ലാം നമ്മുടെ പബ്ലിസിറ്റി മൊത്തവും ഓൺലൈനിൽ കിടക്കല്ലേ. കാറിന്റെ ഓഡിയോ ചെയ്യുന്നുണ്ടോ? കാർ ഓഡിയോ സിസ്റ്റം ചെയ്യുന്നുണ്ട്. ജെബിലിന്റെ ആംപ്ലിഫയേഴ്സ് റിപ്പയർ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഡിസിയിലുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. കാറിന്റെ അതിന് സെപ്പറേറ്റ് ആംപ്ലിഫയർ, അത് ജെബിലിന്റെ ഒറിജിനൽ ആംപ്ലിഫയർ എല്ലാം നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളിപ്പോ ഈ നമ്മുടെ കാറിൽ ഇരിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ടല്ലോ, നമ്മൾ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനകത്ത് ബിൽറ്റ് ആംപ്ലിഫയർ ഉണ്ടല്ലോ. ഇൻബിൽറ്റ് ആംപ്ലിഫയർ അല്ല, അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ നമുക്ക് ഫിറ്റിംഗ് ഇല്ല, റിപ്പയറിംഗ് ഉള്ളൂ. നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, പുതിയ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അത് കാർ അസറീസ് ചെയ്യുന്നുള്ളൂ, കാരണം നമുക്ക് അത്രയും സമയം ഇല്ല അത് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇപ്പൊ നിലവിലുള്ള ഒരു സാധാരണ ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് വരുമല്ലോ കാറിലൊക്കെ വരുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പൊ അതിനെ നമ്മൾ ഇച്ചിരി ഒരു നല്ല സ്ട്രോങ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആംപ്ലിഫയർ സെപ്പറേറ്റ് ആംപ്ലിഫയർ വെച്ചാൽ മതി.
പുതിയൊരു ആംപ്ലിഫയർ എക്സ്ട്രാ വെച്ചാൽ JBLന്റെ ആംപ്ലിഫയർ ആയിരിക്കും കുറച്ച് JBL സോണിയുടെ ഒക്കെ ആംപ്ലിഫയർ വരുന്നുണ്ട്. അത് എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ JBLന്റെ ബൂഫറോട് വെച്ച് കഴിഞ്ഞാൽ പവർഫുൾ ആയിട്ട് കഴിക്കാൻ പറ്റും. അല്ല അത് നമ്മുടെ ഡിസ്പ്ലേ വരുന്നിടത്ത് അവിടെ തന്നെ അല്ല, അത് സീറ്റിന്റെ അടിയിലോ ബാക്കിലോ എവിടെയെങ്കിലും അത് ഇൻബിൽഡ് ഒരു കോഡ് വഴി വന്നിട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത്. അതിന് ഈ നിലവിലുള്ള കണക്ഷൻ എടുത്ത് ഇതിനകത്ത് കൊടുത്ത് പവറോടെ ഇതിനകത്ത് കയറ്റി വിടുക. കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതിന് ഓൺ ഓഫ് കൊടുക്കും. അപ്പൊ ഇത് ഓൺ ആണോ ഓഫ് ചെയ്യണമെന്ന് നമ്മൾ വെളിയിൽ നിന്ന് റിമോട്ടെ തീരുമാനിക്കാം. കാറിന് ചെയ്യുമ്പോൾ അത് ഈ 5.1 രീതിയിൽ ഇല്ല, കാറിൽ അങ്ങനെ 5.1 ചെയ്യുന്നില്ല. പിന്നെ വലിയ ബസ്സുകളിലൊക്കെ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ആരും അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് NVIDIA പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമാണ്. പണ്ട് നേരത്തെ ഇപ്പൊ ഒരു മാസം എങ്ങനെ ഒരു 10-20,000 രൂപയെങ്കിലും ബസ്സിന്റെ ഇതിൽ കിട്ടുമായിരുന്നു. ഇപ്പൊ അതില്ലാതായി. ആ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു. കംപ്ലൈൻസ് ഒരുപാട് വരുന്നുണ്ടായിരുന്നു ബസ്സിന്റെ ഒക്കെ. ഇപ്പൊ ബസ്സിന്റെ ഒക്കെ കംപ്ലൈൻസ് വളരെ ചുരുക്കം വരുന്നുള്ളൂ. വളരെ ചുരുക്കം. മറ്റേ ഒരു ബസ്സിന്റെയും ഇങ്ങനെയുള്ള ഓഡി സിസ്റ്റത്തിന്റെ വണ്ടികളുടെ മാത്രം ഒരു 10-20,000 രൂപയെങ്കിലും വർക്ക് മാസം അതിന്റെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല. കാരണം NVIDIA കാരണം എല്ലാത്തിനും വലിയ രീതിയിലുള്ള സിസ്റ്റം ചെയ്യുന്നില്ല. നേരത്തെ അതൊരു ക്രൈസ് ആയിരുന്നു. ഒരു സമയത്ത് കുലുങ്ങുന്ന രീതിയിൽ കാർ പോകണമെന്ന്. പക്ഷെ ഇപ്പൊ പലർക്കും അതിന് താല്പര്യമില്ല. ഇതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഒരു 90% കുറഞ്ഞിട്ടുണ്ട്. അല്ല പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള വർക്കുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ദൂരം വരെ ഉള്ളതൊക്കെ ചെയ്യുമോ? അല്ലല്ല, നമ്മളിപ്പം 18 ജില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്ത് കിടക്കുന്ന വേറെ ജില്ലകളൊക്കെ ഉണ്ട്. കൊല്ലം ഡിസ്ട്രിക്ട്, കൊട്ടാരക്കര സൈഡ്, വേനാത്ത് സൈഡ്, പിന്നെ എന്താ ഇവിടെ പത്തനാപുരം സൈഡ് ഏകദേശം ഒരു കൊല്ലം പത്തനംതിട്ടയുടെ ബോർഡറുകളാണ്. അവിടെ ആ സൈഡിലെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആലപ്പുഴ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ചാരുമൂട് കഴിഞ്ഞാൽ അങ്ങോട്ട് ആ സൈഡെല്ലാം ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത്. 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ചെയ്യുന്നത്. സർവീസ് നമ്മൾ ചെയ്യുന്ന ദൂരെ ചെയ്യുന്ന പറഞ്ഞാൽ TV ചെയ്യുന്നുണ്ട്. TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ എല്ലാം എത്ര ദൂരമാണ് നമ്മൾ പോയി ചെയ്യുന്നുണ്ട്. സ്പോട്ടിൽ പോയി ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റാത്തത് LED TV എന്തായാലും സ്പോട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ചുരുക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറിയ കംപ്ലൈൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യാൻ പറ്റില്ല. സമയമാണ് തരുന്ന രീതിയിലാണ്. പിന്നെ നമ്മൾ അവിടെ പോയി സാധനം എടുക്കുന്നുണ്ട്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ വണ്ടി ഉണ്ടാണ്. നമ്മൾ അവനെ പോയി എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ പോയി ഇരുന്ന സൈറ്റിൽ 90% അവിടെ സൈറ്റിൽ തന്നെ റെഡിയാക്കുന്നുണ്ട്. ഫ്രിഡ്ജ്, AC കൊണ്ടുവരാതെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ബോർഡ് ആണെങ്കിൽ ബോർഡ് നമ്മൾ ഇളക്കിക്കൊണ്ട് വന്ന് റെഡി കൊണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ TV സംഭവം ഇവിടെ വന്നാലേ പറ്റുള്ളൂ. TV നമുക്ക് ഇവിടെ വന്നാലേ പറ്റുള്ളൂ. കാരണം അതിന് ഇച്ചിരി സമയം എടുക്കും. നമ്മൾ ഇടിപിടിയെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ പാനിലൊക്കെ പൊട്ടിപ്പോയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സ്ഥിരം ഈ കസ്റ്റമർ ഉപയോഗിച്ചാൽ എളുപ്പം നമ്മൾ ധൃതി കാണിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പാനിലൊക്കെ നമ്മൾ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ എത്ര നല്ല ടെക്നീഷ്യൻ ആണെങ്കിലും നമ്മൾ പറഞ്ഞ പിടിക്കുന്നതിന്റെ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ സാധനം പൊട്ടിപ്പോകും. പാനിൽ പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. ഇപ്പൊ വരുന്നതിന് നൈസ് പാന TCLന്റെ ഒക്കെ TV എന്ന് പറഞ്ഞാൽ ഇളക്കാൻ വലിയ പാടുള്ള കാര്യമാണ്. TCLന്റെ TV കൺസീൽഡ് പാനലാണ്. അപ്പൊ അത് ഇളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുസ്സഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് പറയാം. കാരണം കറക്റ്റ് ഫോക്കസിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് മാറിപ്പോയി കഴിഞ്ഞാൽ സാധനം പാനിൽ പൊട്ടിപ്പോകും. പിന്നെ അതുപോലെ ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസിനുള്ളിലേ നമ്മുടെ ഏത് ബ്രാൻഡിനോട് നല്ലതായിട്ട് തോന്നിയത് TVയിലൊക്കെ? അങ്ങനെ ഒരു ബ്രാൻഡ് പറയാൻ പറ്റും? ഈ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ LG, സാംസങ് വലിയ പ്രോബ്ലംസ് ഇല്ല. സോണി ബ്രാൻഡഡ് ആണെങ്കിലും പക്ഷെ അതിന്റെ സാധനങ്ങൾക്ക് കുറെ കൊനസ്റ്റുകളുണ്ട്. നമ്മുടെ സർവീസ് ചെയ്യുന്ന മേഖലകളിൽ കുറെ കൊനസ്റ്റുകളാണ് സോണിക്ക് വന്നേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ സോണിക്കകത്ത് വേറെ കോമൺ ബോർഡ് വെക്കാൻ പറ്റും. അതുകൊണ്ട് കുറെയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പണ്ടത്തെ അത്രയും പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അത്രയും പ്രോബ്ലംസ് മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഞാൻ പറയുന്നത് ഒരിക്കലും പറയുന്നില്ല സോണി എടുക്കുന്നത്. LG, സാംസങ് ഒക്കെ വെച്ച് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഈ ടിവിയുടെ ഇതിൽ മാത്രമേ ഉള്ളൂ അവരുടെ മറ്റു ഉപകരണങ്ങളും നല്ല ഈ LG, സാംസങ് ഒക്കെ? LG, സാംസങ് എല്ലാം ഏകദേശം നല്ല ബ്രാൻഡ് തന്നെ. അതിന്റെ എല്ലാ സാധനങ്ങളും നല്ല ബ്രാൻഡ്, AC നല്ല ബ്രാൻഡ് തന്നെ. പിന്നെ അതിന്റെ കൂടുതലും ഞാൻ പറയാൻ കാരണം ഇതിന്റെ എല്ലാ സ്പെയർ പാർട്സ് കിട്ടും. അതാണ് നല്ലതാണെന്ന് പറയാൻ കാര്യം. LG, സാംസങ്ങിന്റെ അവൈലബിൾ ആണ് സാധനങ്ങളാണ്. അതിന് അവര് കമ്പനി വാറന്റി എല്ലാം ഒരു വർഷമാണ് കൊടുക്കുന്നത്. കമ്പനി എക്സ്റ്റൻഷൻ വാറന്റി ഉണ്ട്. ചിലത് 4 വർഷം വരെ എക്സ്റ്റൻഷൻ വാറന്റി വരുന്നുണ്ട്. അത് പൈസ അടച്ചു കഴിഞ്ഞാൽ എക്സ്റ്റൻഡ് വാരി ചെയ്യും. വാറന്റി ചെയ്ത് കഴിഞ്ഞാലും ഇതിന് അവര് നിബന്ധന വെച്ചിട്ടുണ്ട്. ഇത്ര കംപ്ലൈൻസ്, ഈ കംപ്ലൈൻസ് കൊണ്ടൊന്നും ഇത് നമുക്ക് വാറന്റി ഇല്ല. അതുപോലെ ഈ ഇൻവെർട്ടർ ACക്കും ഇതിനെല്ലാം 10 വർഷം വാറന്റി ചിലതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 10 വർഷത്തിന്റെ അടിയിൽ കണ്ടീഷൻ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ കൊടുത്തേക്കുന്ന പറഞ്ഞാൽ അതിന്റെ കംപ്രസറിനാണ് ഇത്രയും വർഷത്തെ വാറന്റി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഫ്രീ സർവീസ് അല്ല. ഈ കംപ്രസർ ഒരിക്കലും 99% കംപ്രസർ ഈ 10 വർഷത്തിനകത്ത് കംപ്ലൈന്റ് ആവത്തില്ല. 20-30 വർഷം കിടന്ന് കൊടുക്കുന്ന കംപ്രസർ ആയിരിക്കും അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ മോട്ടർ ഒരിക്കലും കംപ്ലൈന്റ് ആവാൻ ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ എന്തെങ്കിലും മെയിൻ സാധനം അത് കംപ്ലൈന്റ് ആവാൻ ചാൻസ്. ബോർഡ് ആണ് ഏറ്റവും കൂടുതൽ. ഒരു ഇടി വീശി കഴിഞ്ഞാൽ ബോർഡ് പോയി. നല്ല രീതിയിൽ വീട്ടിൽ വെച്ച് ഇനി എത്ര പ്രൊട്ടക്ഷൻ കൊടുത്തെന്ന് പറഞ്ഞത് ചിലർ വിചാരിക്കും ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ സ്റ്റെബിലൈസർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇടി എങ്ങനെ ചേച്ചി സ്റ്റെബിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ? ഓൾറെഡി ഈ സ്റ്റെബിലൈസർ താങ്ങുന്നതിനോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ താങ്ങുന്ന രീതിയിലല്ല ഇടിയുടെ ശക്തി വരുന്നത്. അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മുടെ വീട്ടിൽ ഇടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മിക്കവാറുള്ള ഐറ്റംസ് എല്ലാം പോകും. അന്നേരം പോയില്ലെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ
സാധനം കുറഞ്ഞു വന്നത് 2 ദിവസം കഴിഞ്ഞായിട്ട് പോകും. പക്ഷെ അന്നേരം ചിലതിന്റെ പോകത്തില്ല. വേറെ സംശയം ചോദിച്ചത്, നമ്മളിപ്പോ ഇടിയൊക്കെ മെല്ലുള്ളപ്പോഴേ നമ്മുടെ ഈ കേബിളിൽ നിന്നൊക്കെ നമ്മുടെ വീട്ടിലെ കേബിൾ ഉണ്ടല്ലോ, അല്ലാതെ നമ്മുടെ കേബിൾ കണക്ഷൻ ടിവിയുടെ അതിൽ കൂടെ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടോ? ഇപ്പോഴത്തെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ആണ്, ഇപ്പോഴത്തേന് അത്രയും പോകാൻ ചാൻസ് ഇല്ല. കാരണം ഡിഷ് ആണെങ്കിൽ തന്നെ ഗ്രൗണ്ടുമായിട്ട് ഡിഷിന് ടച്ചപ്പ് ഇല്ല. എല്ലാം പ്ലാസ്റ്റിക്കിനകത്താ ഈ ഇത് നിൽക്കുന്നത്, LMB നിൽക്കുന്നതും പ്ലാസ്റ്റിക്കിനകത്താ. പിന്നെ ഇടി ഏശുന്നെന്ന് പറഞ്ഞാൽ കറണ്ട് ലൈനിൽ കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. കറണ്ട് ലൈനിൽ 220 വോൾട്ട് വരേണ്ടടുത്ത് ഈ ഇടി ഏശുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് കയറി വരും. പവർ ഓഫ് ആയിരുന്നാലും അങ്ങനെ കയറി വരാം. പവർ ഓഫ് ആണെങ്കിലും വരാം. ഇടി ഭിത്തിയിൽ നമ്മുടെ ഈ കുത്തി വെച്ചേക്കുന്ന ഭിത്തിയിൽ ഏശിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ആ കണക്ഷൻ വേണമെന്നില്ല. കാരണം ഇത് ഗ്രൗണ്ടുമായിട്ട് എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കിടക്കുവാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഈ കുത്തിയിട്ടേക്കുന്ന ഭിത്തിയായിട്ട് ഇടി ഏശുന്ന ഭിത്തിയായിട്ട് ഇതിന്റെ ലൈനിൽ എവിടെയെങ്കിലും കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ ായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നില്ലേ, പിന്നെ നമ്മൾ ഊരിടുന്ന തറയിലിട്ട് കഴിഞ്ഞാലും ഇടി ഏശുന്ന തറയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാൻ ചാൻസ്. പവർഫുൾ ആണ് ഇടി. ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ കൂടുതലും വരുന്നത് ഒന്നും കുത്തിയിടാതെയും പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നത് എന്ന് പറഞ്ഞാൽ മെയിൻ കാരണം ഇവർ ഈ സാധനം എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നതിന്റെ അടുത്ത ഫിറ്റ് ചെയ്ത് തേച്ചുന്നത് കൊണ്ടാണ് സാധനം പോകുന്നത്. അതുകൊണ്ടായിരിക്കും പല ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ല വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. ശരി, ഇത് സംഭവം ഇതാണ്. ഇതിന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന സ്ഥലത്ത് ഐഡിയ ഈ നമ്മളെ TV ആണെങ്കിലും ബോർഡ് അസസറി ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന്, ഇലക്ട്രോണിക് ബോർഡ് അസസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അടുത്ത് ഇടി ഏശിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും ചുറ്റുപാടും ഒന്നും കുത്തിയിട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം പോകും. പിന്നെ പോലെ ഇത്ര വർഷം ഇപ്പൊ ഈ ഫീൽഡ് ജോലി വല്ലായിരുന്നു. അപ്പം ഈ ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് ഒരു ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ നിലവില്. ഇനി ഇതൊരു ഭാവി എങ്ങനെയായിരിക്കും? ഭാവി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു അപ്ഡേഷൻ ഭയങ്കര രീതിയിൽ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. പണ്ട് ഒരു 1/2 മീറ്ററോളം നീളമുള്ള ബോർഡുകളെല്ലാം ഇപ്പൊ ഒരു ചിപ്പ് റേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ അത് പണ്ടത്തെ രീതിയിൽ നമുക്ക് ആ ബോർഡിനകത്ത് സർവീസ് ചെയ്യുന്നതിന് 99% സർവീസ് ചെയ്തെടുക്കാമായിരുന്നു. ഇപ്പൊ ഇത് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ചെറിയ സാധനങ്ങളെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ചിപ്പ് ഫുള്ളായിട്ട് ആ സിസ്റ്റം ഫുള്ളായിട്ട് ഫുള്ള് മാറുന്നത് ആ ഒരു റേഞ്ചിലോട്ടായി സംഭവങ്ങൾ. ഇനി കുറച്ച് നാളെ കഴിഞ്ഞ കോസ്റ്റ് കൂടുന്നത് മാത്രമല്ല, ചിലത് ആ സെയിം സാധനം കിട്ടത്തില്ല. അപ്പൊ അതിന് പകരം ആ സംഭവം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തെടുക്കേണ്ടി വരും, ആ റേഞ്ചിലോട്ട് ആക്കി എടുക്കാൻ വേണ്ടി. ഇപ്പം എൽ ജിയുടെ ഇപ്പം ഒരു TV വരുമോ, LG ചിലപ്പോൾ സെയിം കിട്ടത്തില്ല. ഓരോ ദിവസവും ഒരു പുതിയ മോഡൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ആ സെയിം സാധനം കിട്ടിയില്ലെങ്കിൽ അതിന് വരാൻ മോഡിഫിക്കേഷൻ ചെയ്ത് വേണം മറ്റേ ആ ബോർഡ് അതിനകത്ത് സ്ഥാപിക്കാൻ. അത് TVയുടെയും ഫ്രിഡ്ജിന്റെ എല്ലാത്തിന്റെ അങ്ങനെ. ഇപ്പൊ ഫ്രിഡ്ജിന്റെ ബോർഡിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ ചില മോഡൽ കിട്ടത്തില്ലെങ്കിൽ സാംസങ്ങിന്റെ അടുത്ത് LGക്ക് ഇടാൻ പറ്റും, പക്ഷെ അത് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. അതിലോട്ട് ആ സിസ്റ്റത്തിലോട്ട് മാറ്റുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ ചെയ്യണം. ചിലപ്പോൾ ഇത് സെൻസറുകളെല്ലാം ചിലപ്പോൾ വ്യത്യാസമായിരിക്കും, അപ്പുറത്ത് കുത്തുന്ന രീതികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം. അതെല്ലാം മാറ്റി മറ്റേതിന്റെ കണക്ഷൻ ചെയ്ത് ഇതിനകത്തോട്ട് കയറ്റി വെക്കേണ്ടി വരും. അതുപോലെ നമ്മളിപ്പോ LED TVകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് അല്ലേ അതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലിപ്പോ എന്താ ഈ പാർട്സ് മാറാതെ തന്നെ നമുക്ക് റിപ്പയർ എടുക്കാന്ന് പറഞ്ഞാൽ പാർട്സ് മാറി റിപ്പയർ ചെയ്തെടുക്കാം. പാർട്സ് മാറാന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ, ICs, ചില ICകൾസ് ഒക്കെ കോമൺ ആയിരിക്കും, അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലെ ബാക്ക് ലൈറ്റ് ഒക്കെ 100% നമുക്ക് സെക്യൂർ ആയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും. ഒരു 50% വരെ. അതിന് മേലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചില ICകൾ നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ചില റെഡി ആവത്തില്ല. അങ്ങനെ വരുമ്പോൾ ആ സിസ്റ്റം മൊത്തമായിട്ട് ബോർഡ് അങ്ങ് മാറി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാണ് കസ്റ്റമറിന് നല്ലത്. കുറച്ചുകൂടെ ലൈഫ് കിട്ടുന്നത് അത് തന്നെയാണ്. കാരണം അത്രയും പുതിയ ബോർഡ് ഇടുമ്പോൾ അത്രയും കൂടെ ലൈഫ് കൂടുതൽ കിട്ടും. മറ്റേ നമ്മളൊരു സാധനം മാറ്റി വെക്കുമ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യും. നമ്മൾ ഈ ബ്ലോവർ വെച്ചിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. ബ്ലോവർ വെച്ച് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ എന്താ പറഞ്ഞാൽ അതിന്റെ ഹീറ്റിംഗ് കപ്പാസിറ്റി ഒരു ICക്ക് ഉണ്ട്. ആ IC ഹീറ്റ് ചെയ്ത് ഇളക്കുന്ന സമയത്ത് അതിന്റെ ചുറ്റുപാടും കുറെ സാധനങ്ങൾ കിടപ്പുണ്ട്. അതിന് ഈ ഹീറ്റ് അടിക്കുകയാണ്. ഇതിന് ഒരു ടോളറേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് എല്ലാ സാധനത്തിനും. റെസിസ്റ്റൻസിനാണെങ്കിലും ടോളറൻസ് ഉണ്ട്, ICക്ക് ആണെങ്കിലും ടോളറൻസ് ഉണ്ട്. ഇപ്പൊ ഹീറ്റിംഗ് കപ്പാസിറ്റി ഹീറ്റിംഗ് കപ്പാസിറ്റി ഇതിനെക്കാട്ടി ഓവർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കളയുമ്പോഴത്തേക്ക് സാധനം ഡാമേജ് ആവും. അതിനെക്കാട്ടി ബെറ്റർ ടോട്ടലി പുതിയ ഫ്രഷ് സാധനം വെക്കുവാണെങ്കിൽ അത്രയും നാളുടെ കൂടുതൽ അത് ടിവിയുടെ ഒരു എത്ര ശതമാനം വിലയാവും? സാധാരണ ടിവിയുടെ മദർ ബോർഡ് ഇപ്പം 50 ഇഞ്ചിന്റെ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 50 ഇഞ്ചിന്റെ TV ആണെങ്കിൽ പോലും സാധാരണ ലൊക്കാലിറ്റി നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ലൊക്കാലിറ്റി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ 50 ഇഞ്ചിന്റെ ഒക്കെ ഒരു 50 ഇഞ്ചിന്റെ TV ആണെങ്കിൽ പോലും ഒരു 400-500-600 റേഞ്ചിനകത്ത്. ടിവിക്ക് ഇപ്പം പറഞ്ഞ പോലെ TCLന്റെ ഒക്കെ TV ആണെങ്കിൽ വില കുറവായിരിക്കും. അപ്പം സാംസങ് ഒക്കെ വരുവാണെങ്കിൽ ഒരു 40 രൂപ 45 രൂപ റേഞ്ചൊക്കെ വരുന്ന ടിവിയുടെ ഒക്കെ റേഞ്ചേ വരുന്നുള്ളൂ. 6 രൂപ റേഞ്ച്. പാനല് പോയി കഴിഞ്ഞാൽ പിന്നെ റെഡി ആക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. നിസ്സാരമൊക്കെ ബൈപ്പാസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പാലില് പുതിയത് മേടിച്ചിടുന്നത് തന്നെയാണ്, അല്ല പുതിയ TV മേടിക്കുന്നത് തന്നെയാണ്. പോയി കഴിഞ്ഞാൽ ഈ പാലനിഷ്യമാണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത്. അതിന്റെ മെയിൻ കാരണം പറഞ്ഞ പോലെ ഈ LED TV നമുക്ക് ഇന്ത്യൻ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അല്ല, ക്ലൈമറ്റിന് വേണ്ടി ഉണ്ടാക്കിയ സാധനം അല്ലല്ലോ. അപ്പൊ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും AC റൂമിനകത്താണ് ഈ സംഭവം കൂടുതലും വരുന്നത്. അപ്പൊ അതിന്റെ എന്ന് പറഞ്ഞാൽ ഇത് ഹീറ്റ് വെളിപ്പോകാനുള്ള ഒരു
സംഭവം ഇല്ല, ഒരു ഹോളോ ഒന്നും ഒരു പരിപാടി ഇതിനകത്തില്ല. അപ്പം ഹീറ്റിന് വെളിയിൽ കളയാന്ന് പറഞ്ഞാൽ ഈ AC വെച്ച് വലിച്ച് വെളിയിൽ കളയുക എന്നുണ്ടെങ്കിൽ AC റൂമിനകത്താണ് ഇരിക്കുന്നെങ്കിൽ സാധനം ഹീറ്റ് വലിയ രീതിയിലാവത്തില്ല, ലൈഫ് കിട്ടും, പൊടി അടിക്കത്തില്ല. ഇത് ഒരു നൂറ് കാര്യങ്ങളായ കാരണങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ വരുന്ന ഇതിന് ലൈഫ് കൂടുതലാണ് ടിവിക്ക്. ഇവിടുത്തെ എക്കോണമിയിൽ നമുക്ക് പാവപ്പെട്ടവർ തന്നെ ഓരോ വീട്ടിലെ TV എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് പൊടി അടിച്ചും എന്റെ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. അവരുടെ നമ്മുടെ AC റൂമിനകത്ത് കൺസീൽഡ് റൂമിലാണെങ്കിൽ ഈ സാധനത്തിന് പൊടി അടിക്കത്തില്ല, എപ്പോഴും തണുപ്പായിരിക്കും. തണുപ്പ് വെച്ചിട്ടേ നമ്മൾ ഈ സാധനം ഓൺ ആക്കത്തുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ സാധനത്തിന് 99% ലൈഫ് കൂടുതലായിരിക്കും. അങ്ങനെ വരുന്നത് ഈ അതിൽ കൂടുതൽ ഞാൻ ഉദാഹരണം പറയാം. ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന AC ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇരിക്കുന്ന ടിവികളൊക്കെ വലിയ ഇഞ്ചി ടിവികളാണ്, വലിയ ഡിസ്പ്ലേ ഒക്കെ. പക്ഷെ അത് നമ്മള് കുറെ വർഷങ്ങൾ കഴിഞ്ഞാലും അത് അവിടെ തന്നെ അതുപോലെ തന്നെ ഒരു കംപ്ലൈന്റും ഇല്ലാതെ കാണുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേസമയം സാധാരണ ഒരു വീട്ടിൽ ഈ സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നിൽക്കത്തില്ല. ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കും. കാരണം അത് AC-യിലാണ് ഇത് വർക്ക് ചെയ്തോണ്ട്. AC-യുടെ ആ ഹീറ്റ് വലിച്ചെടുത്തോണ്ടിരിക്കും. അതിന് കുഴപ്പമില്ല. എൻവയോൺമെന്റ് നല്ല എൻവയോൺമെന്റ് ആണ്. ഇതേപോലെ ഈ ഫ്രിഡ്ജിലൊക്കെ വരുന്ന സ്ഥിരം കംപ്ലൈന്റ് ഉണ്ടോ? ഫ്രിഡ്ജിന്റെ ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന മെയിൻ പ്രശ്നം കംപ്രസർ ഇഷ്യൂ ആണോ? കംപ്രസർ ഇഷ്യൂ 99% വരാറില്ല. വരുന്നത് ഇൻവെർട്ടർ ബോർഡ് ആണെങ്കിൽ ഇടി വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ പോകും, പല്ല് കയറിയിരുന്നാ പോകും. ഇൻവെർട്ടർ AC-യും അല്ലെങ്കിൽ ഇൻവെർട്ടർ ആ സംഭവം വ്യത്യാസം. ഇൻവെർട്ടർ AC എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കറണ്ട് 220 വോൾട്ട് ഡയറക്റ്റ് ചെയ്യുന്ന കംപ്രസർ എല്ലാം കയറുക. ഇപ്പോഴും അങ്ങനെയാണോ? സാധാ ഫ്രിഡ്ജിൽ അങ്ങനെയാണോ? സാധാരണ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അത് നോർമലി 2 സ്റ്റാർ 3 സ്റ്റാർ വരെയുള്ള മിക്കവാറുള്ള ഫ്രിഡ്ജുകൾക്കെല്ലാം അതാ. പിന്നെ 5 സ്റ്റാർ റേഞ്ചിലോട്ട്, കറക്റ്റ് 5 സ്റ്റാർ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഫ്രിഡ്ജ്. അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് DC-ലാണ് വർക്ക് ചെയ്യുന്നത്. DC എന്ന് പറയുമ്പോൾ AC വോൾട്ടേജ് അല്ല, ഇതിനകത്ത് ഒരു ബോർഡ് വെച്ചിട്ട് AC വോൾട്ടേജ് അതിനകത്ത് നിന്ന് കയറി DC ഔട്ട്പുട്ട് ആക്കി അതിനെ ഒരു IPM എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ ഉണ്ട്. IPM എന്ന് പറഞ്ഞാൽ അതൊരു റെക്കഗ്നൈസർ ആണ്. ഇപ്പൊ തണുപ്പ് വരുന്നതനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. കാരണം ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് ഇപ്പം നല്ല തണുപ്പുള്ള സമയത്ത് ഇതിന്റെ പവർ, ഓൾറെഡി ഈ സാധനം ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും ഇതിന്റെ കംപ്രസർ. അപ്പൊ അതിന്റെ പവറിനെ ഒരുപാട് തണുത്ത് കഴിയുമ്പോഴത്തെ ഓട്ടോമാറ്റിക് കുറച്ച് കൊണ്ടുവന്ന് ഏറ്റവും ഒരു ബൾബിന്റെ ഒരു 10 വാട്ട് ബൾബിന്റെ പവറിലോട്ട് ഈ സാധനത്തിന്റെ കംപ്രസറിനെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ നിൽക്കും. പിന്നെയും കൂളിംഗ് കൂടുതൽ വേണ്ടപ്പോ ഇത് പിന്നെയും കൂട്ടി IPM വഴി ഗ്രാജുവേറ്റ് ചെയ്യും. പക്ഷെ മറ്റേടത്ത് അത് അങ്ങനല്ല വരുന്നത്, കട്ട് ഓഫ് ആക്കുക. കംപ്രസറിനെ കട്ട് ഓഫ് ആക്കും, റിലേ വഴി ഈ സാധനം ഫുള്ള് കട്ട് ഓഫ് ആക്കും. ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. ഇൻവെർട്ടർ ഇപ്പൊ ഡ്യുവൽ ഇൻവെർട്ടറും വരുന്നുണ്ട്. ഡ്യുവൽ ഇൻവെർട്ടർ ഈ ടെക്നോളജി നല്ലതാണ്, പക്ഷെ ഇതിന്റെ സർവീസ് പീരീഡ് വരുമ്പോഴത്തേക്ക് കോസ്റ്റ് കൂടുതലാണ്. മറ്റേതൊരു 1000 ഇൻവെർട്ടർ ഫ്രിഡ്ജ് എന്ന് പറയുന്നതും സെയിം ഈ സംഭവം തന്നെയാണ്. ഇൻവെർട്ടർ ടെക്നോളജി പറഞ്ഞ IPM എന്നുള്ള മോഡ്യൂളിലാണ് ഈ സാധനം. IC പോലെ സംഭവം, അതൊരു കൺട്രോളർ യൂണിറ്റ്. ഇതിനകത്ത് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നതാണോ? നല്ല പവർഫുൾ ആയിട്ടുള്ള ഇൻവെർട്ടർ ആണ്. ഇൻവെർട്ടർ വർക്ക് ചെയ്യും സാധനം. കാരണം നമുക്ക് സോളാറിന്റെ ഇൻവെർട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഫുൾ ടൈം ഇട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പേര് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതല്ല. ഇതിന്റെ മെയിൻ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ടപ്പിൽ മാത്രമേ ഇത് കറണ്ട് എടുക്കുന്നുള്ളൂ. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും കുറയുക സാധനം. കറണ്ട് ഓൾറെഡി കുറഞ്ഞ് ഏറ്റവും കുറഞ്ഞ താഴെ നമ്മൾ കംപ്രസർ തൊട്ട് നോക്കിയത് വർക്ക് ചെയ്യുന്നത് പോലും അറിയാത്ത രീതിയിൽ ഇത് കുറയ്ക്കുക സാധനം. സ്റ്റാർട്ടപ്പിൽ നല്ല രീതിയിൽ തന്നെ ഇത് പവർഫുൾ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ആവും. നോർമൽ ഫ്രിഡ്ജ് വരുന്ന കംപ്രസർ ഉണ്ട്. ഇത് കംപ്രസർ വളരെ ചെറുതാണ്, പക്ഷെ കൂളിംഗ് അതുപോലെ കൂടുതൽ. മറ്റേതിന്റെ എന്ന് പറഞ്ഞാൽ സാധാരണ AC-യുടെയും ഫ്രിഡ്ജിന്റെയും കംപ്രസർ എന്ന് പറയുമ്പോൾ തെർമോസ്റ്റാറ്റ് വഴി വർക്ക് ചെയ്യുന്ന കംപ്രസർ വലിയ കംപ്രസർ, നല്ല വെയിറ്റ് ഉള്ളതാണ്. ഇതുപോലെ കൊച്ചു കംപ്രസറാണ്, പക്ഷെ അതിനായിരിക്കും വലിയ ഫ്രിഡ്ജുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അത്രയും പവർഫുൾ. DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി ഇത് കുറയുകയും കൂടി ഓട്ടോമാറ്റിക്കലി കുറവാണ്, വളരെ കുറവാണ്. കാരണം മറ്റേത് ഒരു വർഷം ഒരു 4000 രൂപ 5000 രൂപ ഫ്രിഡ്ജിന് വരുന്നുണ്ടെങ്കിൽ 500 രൂപ പോലും ഇതിന് വരുന്നില്ല, കറണ്ട് ചാർജ് വരുന്നില്ല. ഇപ്പൊ ഈ സെയിം സിസ്റ്റം തന്നെയല്ലേ നമ്മളിപ്പോ പറഞ്ഞ AC-ക്കായാലും കട്ട് ഓഫ് ആവുമല്ലായിരുന്നു പഴയ നേരത്തെ ഉള്ള സംഭവം. ഇപ്പൊ ഈ ഇൻവെർട്ടർ AC ആണെന്നുണ്ടെങ്കിൽ ഈ സംഭവം തന്നെ ഫുൾ ടൈം ഓൺ ആണ്. കംപ്രസർ ഫുൾ ടൈം ഓൺ ആണ്. ഇത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫുൾ ടൈം ഓൺ ആണെങ്കിലും പവർ കൺസംപ്ഷൻ കുറഞ്ഞു വരും. അത് വളരെ ചുരുക്കം. തൊട്ട് നോക്കിയാൽ പോലും ഇത് ഷെയർ ചെയ്യത്തില്ല, അതേ രീതിയിലുള്ള ഇത് കുറയ്ക്കുകയാണ് സംഭവം. ഇപ്പൊ ഒരു 18 വർഷത്തോളമായി വീട്ടിൽ വന്നിട്ട്. 15 വർഷമായി കട തുടങ്ങിയിട്ട്. ഇപ്പൊ അന്ന് മുതൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഗ്രാജുവലി പല മെത്തേഡുകളും മാറിയിട്ടുണ്ടല്ലോ. അതിനനുസരിച്ച് അന്നേരം തന്നെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. ഞാൻ അപ്ഡേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയ മാറ്റങ്ങളെ ഉള്ളൂ, നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഗ്രാജുവലി നമ്മൾ ഫുൾ ടൈം ഇതിന് എന്താണ് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഇപ്പം പക്ഷെ നമുക്കത് അറിയാനുള്ള ഒരുപാട് സോഴ്സുകളും കാര്യങ്ങളൊക്കെ. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പം അറിയുന്നതിനെക്കാട്ടി കൂടുതൽ അറിവാതില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ 100% നമ്മൾ ടെക്നിക്കലി നല്ലതാണെന്നും പറയാൻ പറ്റത്തില്ല ഒരിക്കലും. കാരണം ഓരോ ദിവസം കഴിഞ്ഞാൽ നമ്മളെക്കാട്ടി ഒരുപാട് ടാലന്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം മെഷീനറീസിന്റെ നമുക്ക് കുറവുണ്ട്. മെഷീനറീസിന്റെ കുറവെന്ന് പറഞ്ഞാൽ ഇപ്പം ഡിസ്പ്ലേയുടെ ചെയ്യുന്നതിന്റെ ഇതുണ്ട്, മെഷീനറീസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രോഫിറ്റുകളില്ല. LED-യുടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഇതുണ്ട്.
പക്ഷെ ഇവര് എനിക്ക് ലോൺ തരാമെന്ന് പറഞ്ഞായിരുന്നു, ലോൺ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് റിട്ടേൺ നമുക്ക് അതിന് പൈസ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പം അതുപോലെ നമുക്ക് ആൾക്കാരെ ഇറക്കാനും പറ്റത്തില്ല, പൈസ മേടിക്കാനും പറ്റത്തില്ല ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ആ മെഷീനറീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപ റേഞ്ച് കോസ്റ്റ് വരുന്ന സംഭവം. ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റീരിയർ ബ്രേക്കേജ് അല്ലാതെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന സെറ്റപ്പാണ്. അത് റെഡിയാക്കാൻ പറ്റും. നിലവിലുള്ള ഡിസ്പ്ലേ തന്നെ റെഡിയാക്കി എടുക്കാം. അതിന്റെ ഈ ബോർഡിനകത്ത് വരുന്ന മിക്കവാറുള്ള എല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ അതിനെക്കാട്ടി ചെയ്ത് പോകുന്ന ആൾക്കാർക്ക്, അത് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുടെ റിട്ടേൺ കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനകത്ത് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എന്തിനു വേണ്ടി സക്സസ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. ആ സാധനം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കോസ്റ്റ്ലിയാണ്. 20 ലക്ഷം രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ, നമുക്ക് എപ്പോഴും ഒരു ബിസിനസ് അല്ലേ, അത് നമുക്ക് റിട്ടേൺ അതിന്റെ ഒരു ഇത്ര നാളിനുള്ളിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത് മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, ഇതിപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോൾ അപ്ഡേഷൻ ആയി കഴിഞ്ഞാൽ സംഭവം ഈ മെഷീനറീസ് എല്ലാം വെറുതെ നില്ലായിട്ട് കിടക്കേണ്ടി വരും. അല്ല, അതുപോലെ ഈ പുതിയായിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ല എന്തെങ്കിലും ഇതിൽ പ്രൊജക്ടുകൾ പറഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പൊ ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പറഞ്ഞാൽ ഈ വർക്കുകൾ ചെയ്യാനുള്ള ടൈം 24 മണിക്കൂറിനകത്ത് ഉറങ്ങാനുള്ള സമയം പോലും ഇപ്പം വളരെ ചുരുക്കമാണ്. എല്ലാ മേഖലയിലും പക്ഷെ നമുക്ക് വേറെ ആളെ വെക്കാനും പറ്റത്തില്ല. വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. വേറൊരാൾക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരാളെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കാൻ പറ്റത്തില്ല. ഒരു പാലിൽ വന്നിട്ട് നമ്മൾ പുതിയ ടെക്നീഷ്യൻ വന്നിട്ട് എത്ര ഇതാണെങ്കിലും അയാൾ പൊട്ടിച്ചിട്ട് പോയാൽ നമ്മൾ അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും. നിസ്സാര തുകയല്ല നമ്മുടെ കയ്യിൽ പോകുന്ന നേരം. ഒരു 50 ഇഞ്ച് ടിവിയിലൊക്കെ പാനൽ പൊട്ടി, അല്ലെങ്കിൽ അതിന് മേലോട്ടുള്ള പാനൽ പൊട്ടി. ഇപ്പൊ 50 ഇഞ്ച് 60 ഇഞ്ച് 63 ഇഞ്ചൊക്കെ റേഞ്ച് ആയപ്പോ ഉള്ള പാനലുകളെല്ലാം വരുന്നത്. അതിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവരെ ചിലപ്പോൾ നമ്മൾ കടയിൽ കാണത്തില്ല, മിക്കവാറും ഔട്ട്സൈഡ് വർക്കായിരിക്കും. ഇവർ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് പരിഹാരം ചെയ്യേണ്ടി വരും. നമ്മളായിരിക്കും സമാധാനം പറയുന്നത്. അതിനെക്കാട്ടി നല്ല അതില്ലാതിരിക്കുന്നതല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ഇനിയിപ്പോ ആ മറ്റേ കടല് അവിടെ പാപ്പറാവണം അല്ലേ? അത് പറഞ്ഞു ഞങ്ങള് രണ്ടുകൂടെ അവിടെ കട തുടങ്ങിയിരുന്നു. അല്ല, അപ്പൊ അവിടെ എങ്ങനെയുണ്ട് ഇതുപോലെ ഇത്രയും? അതിപ്പം കട മണക്കാലയായിരുന്നു, അവിടെ നിന്ന് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്ത് നെല്ലിമുകളിലോട്ട് ആക്കിയത്. അവിടെ ഇപ്പൊ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആയിട്ട് പിടിച്ച് കയറി വരാനുള്ള ഒരു ഇതുണ്ട്. കസ്റ്റമർ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കട ഇപ്പൊ വന്നിട്ട് 1 വർഷമാണോ? ഇതിപ്പോ ഇങ്ങോട്ട് മാറിയിട്ട് 1 വർഷമായി. നമ്മളിവിടെ അപ്പുറത്തെ കടയായിരുന്നു. അപ്പൊ അവിടുത്തെ വാടക കാരണം നമ്മൾ ഇങ്ങോട്ട് മാറി. മുമ്പ് ഞാൻ അവിടെ വന്നിട്ടുള്ള അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? അപ്പം അവിടെ ഏകദേശം ഒരു 12 വർഷമായി. അതിന് മുമ്പ് അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു കടയായിരുന്നു. ചെറിയ കടയായിരുന്നു. ചെറിയ കട മാത്രമല്ല, നമുക്ക് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ നല്ല സൗകര്യമല്ലേ. ഇവിടെ കാർ പാർക്കിംഗ് നമുക്ക് ഫുൾ സൗകര്യമുള്ള കടയായതുകൊണ്ട് നമുക്ക് ഇവിടെ ആൾക്കാർക്ക് കസ്റ്റമറിന് വന്നു കഴിഞ്ഞാൽ ശല്യങ്ങളൊന്നുമില്ല. ഒരുപാട് ഉള്ളോട്ടാവാനും പാടില്ല. ഇത് റോഡ് സൈഡ് തന്നെയല്ലേ, നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കുന്ന ഒരു കാര്യം, എന്താ മറ്റു കടകളിൽ നിന്ന് ഇതിനെ എന്തൊന്ന് വ്യത്യസ്തമാകുന്നോ ദേവലോകത്തെ? അത് ദേവലോകം എന്നുള്ളത് തന്നെ അതിനകത്ത് തന്നെ വ്യത്യസ്ത കംപ്ലീറ്റ് റിപ്പയറിംഗ് സെന്റർ ഫോർ ഓൾ ഹോം അപ്ലയൻസസ് എന്നാണ് നമ്മുടെ ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഉണ്ട്. എന്താ അതിനകത്ത് അതിന്റെ അർത്ഥം എന്താ വരുന്നത്? പറഞ്ഞു കേട്ടല്ലോ, കംപ്ലീറ്റ് ഹോം അപ്ലയൻസസ് ശരിയാക്കുന്നുള്ളൂ. അപ്പൊ ദ കംപ്ലീറ്റ് റിപ്പയറിംഗ് സെന്റർ ഫോർ ഓൾ ഹോം അപ്ലയൻസസ് അതാണ് ലോഗോ. അതാണ് നമ്മുടെ ലോഗോ. പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിന്, ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിൽ ഓടി വരാൻ പറ്റുന്ന കടയാണ്. സാധാരണ ഒരു കാറ്റഗറി ഇല്ല. കാറ്റഗറി ഇല്ലല്ലോ. ഫ്രിഡ്ജിന് ഒരു കാറ്റഗറി ഇല്ല, എസിക്ക് ഒരു കാറ്റഗറി ഇല്ല, LED ടിവിക്ക് ഒരു കാറ്റഗറി ഇല്ല. ഇതിന് ഏത് കാര്യത്തിനും 1 സ്റ്റോപ്പാണ്. അപ്പൊ എല്ലാത്തിനും നമുക്ക് ഇവിടെ സമീപിക്കാം എന്നുള്ള അതാണ് ഇവിടുത്തെ ഒരു സ്ലോഗൻ അല്ലയോ? എല്ലാം ഒരു കുടക്കീഴിൽ. ഓക്കെ. എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും, ഇലക്ട്രോണിക് മാത്രം പറയാൻ പറ്റില്ല, ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ്. നമ്മുടെ ഈ ഫ്രിഡ്ജും ഇതെല്ലാം ഇലക്ട്രിക്കലല്ലായിരുന്നു വരുന്നത്? ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ ഇലക്ട്രിക്കലാണ്. ഇപ്പം ഇലക്ട്രോണിക്സ് പ്ലസ് ഇലക്ട്രിക്കലാണ് വരുന്നത്. ബോർഡൂടെ വരുന്നതുകൊണ്ട് ഇലക്ട്രോണിക്സ് കൂടെ ആയിരിക്കും. അപ്പം എല്ലാത്തിനും സമീപിക്കാവുന്ന ഒരു വിശ്വസ്തമായ ഒരു ഇടം അല്ലേ? അത് നമുക്ക് ന്യായമായിട്ടുള്ള ചിലവല്ലേ അല്ലേ? ഏറ്റവും നിലവിലിപ്പം ഈ ഇരിക്കുന്നതൊക്കെ ഇത് ശരിയാക്കി വെച്ചതാണോ? ഇത് കുറെ നാൾ മുമ്പ് വന്നതാണ്. അപ്പം കുറെയൊക്കെ നമ്മൾ LED കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് LED കൊടുത്തായിരുന്നു, സെയിൽ ചെയ്തായിരുന്നു. അപ്പം പിന്നെ 2-3 എണ്ണം ഉണ്ട്. അതിന് അഡ്വാൻസ് കിട്ടാനൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് മേടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. മറ്റേയൊക്കെ റെഡിയാക്കാനുള്ള അവിടെ അടുത്തിടയ്ക്ക് കൊണ്ടുവന്നതൊക്കെ. ഇത്ര സമയം എന്തായാലും ഞങ്ങളോട് സഹകരിച്ചതിൽ വളരെ നന്ദിയുണ്ട്. കുറെ ഇൻഫർമേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. എന്തെങ്കിലും സർവീസ് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു വിടുക. ഇതിന്റെ പബ്ലിസിറ്റി കൊണ്ട് മാക്സിമം ആൾക്കാരെ ഇങ്ങനെ എത്തിക്കാം. അപ്പോൾ നമുക്ക് പ്രേക്ഷകരോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ധൈര്യത്തെ ചെയ്യാം. ന്യായമായ രീതിയിൽ ഇവിടെ ചെയ്തു കൊടുക്കുന്നതാണ് ശ്രീമാരോട് പറഞ്ഞിരിക്കുന്നത് അല്ലയോ? ന്യായമായിട്ടുള്ള നോർമലി എന്ന് പറഞ്ഞാൽ അടൂരത്ത് വെച്ചിട്ട് ഒരു 25% ഡിസ്കൗണ്ട് നമുക്ക് സാധനം ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കി കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പിന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. 2-3 മാസം വാറന്റി ഒക്കെ കിട്ടും. ഉടനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഫ്രീ സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് തന്നെ കൊണ്ടുതരണം. അല്ലാതെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾക്ക് കൊടുത്തിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരും.
നമ്മൾ ചെയ്ത സാധനം വേറെ ആളെ കാണിച്ചിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരുത്, നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. സ്ഥിരമായിട്ട് അപ്പോൾ ഇവിടെ തന്നെ കാണിക്കണമെന്ന് സർവീസ് ചെയ്യും അദ്ദേഹം പറയുന്നത്. ഇതിൽ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കടയുടെ ഗൂഗിൾ മാപ്പ് ലിങ്ക്, ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഈ വീഡിയോയിൽ അത് സ്ക്രോൾ ചെയ്ത് കാണിക്കുകയും ചെയ്യാം അല്ലേ? ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. നല്ല രമണ്ടം വീഡിയോ ആയിട്ട് കാണാം.